ജില്ലാ കളക്ടർക്കെതിരെ CPM മുസ്ലിം ലീഗ് രംഗത്ത് വരുന്നതാണ് നമ്മൾ കണ്ടത്. കുമ്പള ടോൾ പിരിവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കളക്ടർ മോശമായി പെരുമാറിയെന്നാണ് ആരോപണം. ഗൺമാനെ ഉപയോഗിച്ച് സമരസമിതിക്കാരെ ഉൾപ്പെടെ പുറത്താക്കാൻ കളക്ടർ ശ്രമിച്ചെന്നും മോശമായി പെരുമാറിയെന്ന് കാണിച്ച മഞ്ചേശ്വരം MLA KM അഷ്റഫ് മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകി. കളക്ടർക്ക് ധാർഷ്ട്യമെന്ന് CPM കുമ്പള ഏരിയ സെക്രട്ടറി CA സുബൈറും പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വിമർശനം. ആദ്യം നമുക്ക് KM അഷ്റഫിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. MLA അടക്കമുള്ള ജനപ്രതിനിധികളടക്കമുള്ള പൊളിറ്റിക്കൽ പാർട്ടി റെപ്രസെന്റേറ്റീവ്സ് ഉള്ള ഒരു യോഗത്തിൽ കളക്ടർ പെട്ടെന്ന് വിളിച്ച് ഞങ്ങളെ പോലീസിനെ വിളിക്ക്, അറസ്റ്റ് ചെയ്യ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കളക്ടറിൽ നിന്ന് ഞാൻ കേൾക്കുന്ന ഒരു സംസാരം ആദ്യമായിട്ടാണ്. കളക്ടർ എന്തിനിങ്ങനെ ഹൈഡാക്കി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? കാസർകോട്ടെ മഞ്ചേശ്വരത്ത് ജനങ്ങൾ ടോളിന്റെ കാര്യത്തിൽ വല്ലാത്ത ആശങ്കയിലാണ്. അത് വരാൻ പാടില്ല എന്നുള്ള എല്ലാവരും നിർബന്ധ ബുദ്ധിയോട് നിൽക്കുകയാണ്. കളക്ടർ ഇങ്ങനെ ധൃതിപ്പെട്ട് NHന്റെ ഭാഗത്ത് നിൽക്കുന്നത് ഒരു കാരണവശാലും മനസ്സിലാകുന്നില്ല. തീർച്ചയായും അത് ഞങ്ങൾ ബന്ധപ്പെട്ട CMനും ചീഫ് സെക്രട്ടറിക്കും പരാതി കൊടുക്കും. അതേസമയം ആരോപണങ്ങൾ തള്ളുകയാണ് ജില്ലാ കളക്ടർ. ചർച്ചയ്ക്ക് വന്നവരെ ആരെയും ഇറക്കി വിട്ടിട്ടില്ലെന്നും ആർക്കും നീതി നിഷേധിച്ചിട്ടില്ലെന്നുമാണ് കളക്ടർ പറഞ്ഞത്. അങ്ങനെ ഒരു നിലപാട് നമ്മൾ എപ്പോഴും എടുത്തിട്ടില്ല. ഈ റൂമിലേക്ക് വന്ന അകത്തേക്ക് വന്ന ആരും ഒരാൾക്കും ഞാൻ നീതി നിഷേധിച്ചിട്ടില്ല. ഈ റൂമിലേക്ക് വന്ന ഒരു നീതി നിഷേധിച്ച് അത് ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റും. 100% ഉറപ്പായിട്ട് പറയാൻ പറ്റും. എല്ലാ ആളുകളെയും കേട്ടിട്ടുണ്ട്, ഒരാളെയും പോലും നമ്മൾ വിട്ടിട്ടില്ല. എല്ലാവരെയും കേട്ടിട്ടുണ്ട്, എല്ലാവരെയും തീരുമാനിച്ചിട്ടുണ്ട്. റൈറ്റ്, ഓക്കെ, താങ്ക് യു. അരുൺ ഭൂപ്പറമ്പയാണ് ചേരുന്നത് വിവരങ്ങളുമായി. അരുൺ, കളക്ടർക്കെതിരെ MLAയും CPMും ഒക്കെ ഒരുപോലെ രംഗത്തെത്തുകയാണ്. ഇതിൽ മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ, അതായത് മോശമായ പെരുമാറ്റം ഉണ്ടായി തുടങ്ങിയ ആരോപണങ്ങളൊക്കെ തന്നെ നിഷേധിക്കുകയാണ് കളക്ടർ. പക്ഷേ കൂടുതൽ തർക്കങ്ങളിലേക്ക് ഇത് പോകാൻ തന്നെയാണോ സാധ്യത? വിനീത, ഇതിൽ കുമ്പള ആരിക്കാടിയിലെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് ഇന്നലെ വൈകിട്ടാണ് മഞ്ചേശ്വരം MLA ആയിട്ടുള്ള KM അഷ്റഫ്, അതോടൊപ്പം ഈ സമരസമിതിയുടെ ഭാഗമായിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രതിനിധികൾ, അതിൽ CPMന്റെ നേതാവുണ്ട്, മറ്റു കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ആ ചർച്ചയ്ക്കിടെ ജില്ലാ കളക്ടർ മോശമായി പ്രതികരിച്ചു. മോശമായ പെരുമാറ്റം ജില്ലാ കളക്ടറുടെ ഭാഗത്തുണ്ടായി എന്നതാണ് MLA ഉൾപ്പെടെയുള്ളവർ പരാതി പറഞ്ഞത്. പരസ്യമായി ജില്ലാ കളക്ടർക്കെതിരെ CPIയും നേതൃത്വവും നിലപാടെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ജില്ലാ കളക്ടർ ഈ ടോൾ പിരിവിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തു. കോടതി ഒരു ഹർജി ഹൈക്കോടതിയിൽ പരിഗണനക്കുണ്ട്. ആ ഘട്ടത്തിൽ ഇപ്പോൾ തിടുക്കപ്പെട്ട് അവിടെ ടോൾ പിരിവ് നടത്താൻ വേണ്ടി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായെന്ന ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. അത് ചർച്ച ചെയ്യാൻ പോയപ്പോൾ മോശമായി പെരുമാറി എന്ന പരാതി കൂടി ഉയർത്തി. പക്ഷേ ഇത് പൂർണ്ണമായും ജില്ലാ കളക്ടർ തള്ളുകയാണ്. അത്തരം ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ്. താൻ ആരെയും പുറത്താക്കിയിട്ടില്ല, താൻ ആരോടും മോശമായി പെരുമാറിയിട്ടില്ല, അത് തെറ്റായ പ്രചാരണമാണ് എന്ന് ജില്ലാ കളക്ടർ പറയുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ടോൾ പിരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടില്ല എന്നതാണ് കളക്ടർ പറയുന്നത്. അതിൽ ജനുവരി 5-ാം തീയതിയാണ് ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുക. അതുവരെ മറ്റൊരു തീരുമാനം ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവില്ല എന്ന് ജില്ലാ കളക്ടർ പറയുന്നു. പക്ഷേ അതിൽ ഒരു വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യമുണ്ട്. നേരത്തെ ദേശീയപാത അതോറിറ്റി ഈ മാസം 27-ന് ടോൾ പിരിവ് തുടങ്ങും എന്ന കാര്യം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരുന്നു. അതിൽ ജില്ലാ കളക്ടർ നേരത്തെ ആ വിഷയത്തിൽ ഇടപെടണമെന്ന് ഈ സമരസമിതി ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതുണ്ടാവില്ല എന്ന് ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് KM അഷ്റഫ് MLAയും CPM ഉൾപ്പെടെ നിലപാടെടുത്തിട്ടുള്ളത്. അങ്ങനെ പരാതി പോയി ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ മുന്നിൽ ആ പരാതി എത്തി തന്നോട് ആ കാര്യത്തിൽ വിശദീകരണം ചോദിച്ചാൽ എന്താണ് നടന്നതെന്നുള്ള കാര്യം കൃത്യമായി വിശദീകരിക്കും. തന്റെ ഭാഗത്ത് അത്തരത്തിലൊരു തെറ്റുണ്ടായിട്ടില്ല എന്ന് ജില്ലാ കളക്ടറും ആവർത്തിച്ചു പറയുകയാണ്. ശരി, എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം. നമുക്ക് കാത്തിരുന്ന് കാണാം. അരുൺ ഭൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകുന്നത്.